ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ശ്രീ കെ ടി ജലീൽ കാണാനിടയായി. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു, ആ കാര്യം ഒന്ന് ജനങ്ങളുടെ അടുത്ത് കൂടെ പറയണം. ഞാൻ പറഞ്ഞു, ഈ സരസ് മേളയും ഞാൻ അന്നവിടെ പറഞ്ഞ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമസ്കാരം. നടൻ ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ക്രൈം പത്രാധിപരായി, കുറ്റാന്വേഷണ പത്രപ്രവർത്തകനായി തൊപ്പി വെച്ച് എൻ്റെ അതേ വേഷം ധരിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. താര ദാസ് വേഴ്സ് ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള നമ്മുടെ IV ശശിയുടെ പടത്തിലാണ്. IV ശശി ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്നെ കാണാൻ താല്പര്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും ചെയ്തു, കോഴിക്കോട് മഹാറാണി ഹോട്ടൽ വെച്ച്. അതപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രൈം എന്ന് ഭയങ്കരമായിട്ടുള്ള വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കല്ലേ, എല്ലാ പ്രമുഖരായ ആളുകളുടെയൊക്കെ മുഖമൂടിയല്ലേ പിച്ച് ചിന്തുന്നത്, നവകുമാറിനെ കുറച്ച് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ധാരാളം കുറേ നേരം സംസാരിച്ചു. എൻ്റെ രൂപസാദൃശ്യവും എൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഒരു സിനിമയിലെ കഥാപാത്രമായിരിക്കും കേട്ടോ നന്ദകുമാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ശോഭന ജോർജ് MLA കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിക്കുകയും താര ദാസ് വേഴ്സ് ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിൽ അതേപോലെയുള്ളൊരു കഥാപാത്ര സൃഷ്ടിച്ച് നമ്മുടെ ശ്രീനിവാസൻ അത് മനോഹരമാക്കി. അങ്ങനെയുള്ള ശ്രീനിവാസൻ ഇന്ന് വളരെ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും പ്രശസ്തരായ നടന്മാരായി തീർന്നു, സംവിധായകരായി തീർന്നു. അദ്ദേഹം ഭാഗ്യവാനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കല്യാണം നടന്നത് 5 പൈസ ഗതിയില്ലാതെ സിനിമയിൽ അഭിനയിച്ച് ഓടി നടന്നൊരു കാലഘട്ടത്തിൽ അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, നീ കല്യാണം കഴിക്കണമെങ്കിൽ താലി കെട്ടണം. രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് കല്യാണം. അങ്ങനെ എവിടെയും ഗത്യന്തരമില്ലാതെ അവസാനം മമ്മൂട്ടി ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു സിനിമയിൽ ഷൂട്ടിംഗ് നടക്കുന്ന അടുത്ത് പോയിട്ട് മമ്മൂട്ടിയോട് പൈസ ചോദിച്ചു. മമ്മൂട്ടി 2000 രൂപ കൊടുത്തു. ആ കഥയാണ്. അതേപോലെ അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു, അച്ഛൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. ഈ 2 പാർട്ടി മാത്രമല്ല, ജാതി മതമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ കണ്ണൂരിൽ ജീവിച്ചിരുന്ന പാട്യത്ത്. അതിരസകരമായ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ നർമ്മരസം തുളുമ്പുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് കേട്ടാലും മതി വരില്ല, പൊട്ടിച്ചെറിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ പൊട്ടിച്ചെറിച്ചു കൊണ്ടേയിരിക്കും. നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിലുള്ള പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനക്കാരുമായിട്ട് നമ്മൾ കാണാറുപോലുമില്ല, നമ്മൾ സംസാരിക്കാറില്ല, വാങ്ങലും കൊടുക്കലുകളുമില്ല. അടുത്ത കാലത്ത് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നൊക്കെ ഉള്ള തൊഴിലാളികൾ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കുറേയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. അല്ലാതെ വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനങ്ങളിൽ വളരെ കുറച്ച് ശതമാനം ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അല്ലാത്തവർ തമ്മിൽ യാതൊരു ഇൻറ്ററാക്ഷനും സാധാരണ ജനങ്ങളുമായിട്ടില്ല. ഭാഷ വേറെ, സംസ്കാരം വേറെ, ആകപ്പാടെ ഒരു പരിചയക്കുറവാണ്. അപ്പോൾ ഈ സരസ് മേള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത് ശരിക്കും ഒരു ഭാവനാപൂർണമായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം കാണാനും ഇടപഴകാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള ഒരു മഹത്തായ അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KT ജലീലാണ്. 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. ഒന്ന്, അദ്ദേഹം സുന്ദരനാണ്. പിന്നെ എന്നെക്കാളും വിദ്യാഭ്യാസവും ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. എന്നിട്ടും ഞാൻ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആത്മാർത്ഥതയും കഴിവും സത്യസന്ധതയും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്.
ഇവിടെ വർഗീയതയെപ്പറ്റി സംസാരിക്കാൻ ഞാൻ പണ്ടൊരു ഒരു വർഷം മുമ്പ് ഒരു ചാനലിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ശ്രീ കെ ടി ജലീൽ കാണാനിടയായി. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു, ആ കാര്യം ഒന്ന് ജനങ്ങളുടെ അടുത്ത് കൂടെ പറയണം. ഞാൻ പറഞ്ഞു, ഈ സരസ് മേളയും ഞാൻ അന്നവിടെ പറഞ്ഞ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു വിഷയം അതിനകത്തുള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ വന്നപ്പോൾ ശ്രീ അൻവർ MLA-യും ആ വിഷയമാണ് ഏകദേശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് പ്രസക്തിയുണ്ടെന്ന് ചെറിയ തോന്നലുള്ളത് കൊണ്ട് അതെന്തായിരുന്നു എന്ന് ഞാൻ പറയാം. മറ്റൊന്നുമല്ല, എൻ്റെ സിനിമയിൽ ഞാൻ വലുതായിട്ടൊന്നും, അതെന്നുവെച്ചാൽ വലുതായിട്ടല്ല, തീരെ കാലുറപ്പിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം 1984. അപ്പോൾ ഈ ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടല്ലല്ലോ പ്രണയിക്കുന്നത്, പ്രണയിച്ച് പോവുകയാണല്ലോ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിതനായ ഒരു ഘട്ടം. അങ്ങനെ ആ സമയത്ത് ഇന്നസെൻ്റ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന രണ്ടാളുകൾ ഒരു കഥ, ഒരു നുണക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാനൊരു സഹായിയായിട്ട് കൂടെ നിന്നിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തരാനായിട്ട് അവരുടെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിലും ഒരു പൈസയും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെൻറ്റിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ്. കല്യാണമോ? ഇത്ര പെട്ടെന്നോ? ഇത് നമ്മളിതൊന്നും ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആഘോഷമൊന്നുമില്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള കല്യാണമാണ്, അപ്പം ആരെയും ക്ഷണിക്കുന്നില്ല, എല്ലാവരോടും വിവരം പറയും, അങ്ങനെ ഉള്ളൊരു ചെറിയ പരിപാടിയാകുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ, എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, വൈകുന്നേരമാണ് പോകുന്നത്, വൈകുന്നേരത്തെ ട്രെയിനിന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇതെവിടുന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിൻ്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ്, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ പോലെയല്ല, 400 രൂപ കുറച്ച് വിലയൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉടുക്കാനുള്ള സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ കല്യാണമാണ്. അപ്പം എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ അവിടെ ഒരാളെ വിളിച്ചു പറയുകയും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു. ആരും വരണ്ട, വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നതെന്നുള്ള മട്ടിലായിപ്പോയി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, രജിസ്റ്റർ ഓഫീസൊക്കെ ഇരിക്കട്ടെ, അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിൻ്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിൻ്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി പിടിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ താലി വാങ്ങാൻ എത്ര പൈസ വേണ്ടി വരും? അപ്പോൾ ഒരു 2000 രൂപ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓർത്ത് നോക്കിയപ്പം അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ നടക്കുകയാണ്. അവിടെ മമ്മൂട്ടിയുണ്ട്. അപ്പം നേരെ ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി. രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്. നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. എന്നൊരു കല്യാണത്തിന് ഞാൻ വരും. ഞാൻ പറഞ്ഞു, കല്യാണത്തിന് വരരുത്, അപ്പോൾ വന്നാൽ കല്യാണം കലങ്ങും, അല്ല എന്തായാലും ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരരുത്, നമ്മളെ ദ്രോഹിക്കരുത്, കാരണം ആൾ കൂടിയിട്ട് എന്നെ അതിപ്പോൾ ആളുകൾക്കൊന്നും അധികം അറിയില്ല, മമ്മൂട്ടി വലിയ നായകനായി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ആൾ കൂടിയിട്ട് എല്ലാം കൂടി പ്രശ്നമാകുമ്പോൾ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു.
ശരി, വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചാനലിൽ പറഞ്ഞത് ഇത്രയുമാണ്: ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ സ്വർണ്ണത്താലി. എന്ത് മതം, ആരുടെ മതം, എവിടെയുള്ള മതം, ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം. എൻ്റെ നാട് എന്ന് പറയുന്ന പാട്യം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ജാതി എന്ത്, എൻ്റെ മതമെന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ രാഷ്ട്രീയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴാണ് ജാതിയുണ്ട്, മതമുണ്ട് എന്നൊക്കെ അറിയുന്നത്. അവിടെ പേരുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിൽ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നയാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ ചുറ്റുപാടും എല്ലാം മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു, ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ടാവാം, അറിയില്ല. നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മുതലെടുപ്പുകൾ. അല്ലാതെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് വളരെ മോശം ആയിരുന്നു. വിവേകാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ബ്രാഹ്മണൻ്റെ 32 അടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ, അയിത്തം. നായരുടെ 32 അടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ. ഈഴവൻ്റെ 32 അടി ദൂരത്ത് മാത്രമേ പൊലയന് നിൽക്കാൻ പാടുള്ളൂ, അയിത്തം. ഈ നായർക്ക് ബ്രാഹ്മണൻ്റെ 32 അടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട്. എങ്കിലും ഈഴവനെ കൃത്യമായി അവർ 32 അടി ദൂരത്ത് നിർത്തിയിരുന്നു. ഇതുതന്നെയാണ് ഈഴവൻ്റെയും അവസ്ഥ. നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട്, പക്ഷെ പൊലയനെ 32 അടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് വൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ നോക്കി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ അവിടുന്നൊക്കെ കേരളം മാറി, അവിടുന്നൊക്കെ കേരളം രക്ഷപ്പെട്ടു. പക്ഷേ പുതിയ പ്രതിസന്ധികൾ പലപ്പോഴും പല ഘട്ടങ്ങളിലുമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം മാത്രം നമുക്ക് മതി. അതായത് എൻ്റെ നാട്ടിൽ, അതായത് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അമ്മ കോൺഗ്രസ് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് രണ്ടും കെട്ടവനായി. അപ്പോൾ അച്ഛനും അമ്പലത്തിൽ പോകില്ല, അമ്മയും പോകില്ല, ഞങ്ങൾ ആരും പോകാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല. അപ്പോൾ അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു. ചിന്താവിഷ്ടിയ ശ്യാമള എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയൊക്കെ എടുത്തിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു, തൊഴുതോ? ഞാൻ പറഞ്ഞു ഇല്ല. തൊഴണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണ് എന്ന്. അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല. ഈ താടി കണ്ടില്ലേ, ഒട്ടിച്ച താടിയാണ്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ്. അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന, നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അയ്യപ്പൻ അറിയാം. അവിടെ പിന്നെ
വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ തൊഴാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊഴാൻ പോയി. ഇപ്പോൾ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാനങ്ങോട്ട് മാറിയോ എത്ര നേരം വേണമെങ്കിലും തൊഴുതോളൂ എന്ന് പറയാണ്. അപ്പോൾ ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ്, സ്നേഹമാണ്, നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ദൈവം എന്നൊക്കെ. അതൊക്കെ എൻ്റെ ആശയമാണ്. എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം പല ദൈവത്തെക്കുറിച്ച് പറയുകയല്ല, ദൈവത്തിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ ഒരു വാക്ക് അടുത്ത കാലത്തല്ല ഒരു 1-2 വർഷം മുമ്പാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം പറയുന്നത്, ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെ ദൈവവിശ്വാസി അല്ലാതെ ആക്കാനൊന്നും പറയുന്നതല്ല, ഞാൻ യുക്തിവാദിയുമല്ല, എനിക്കതിലും വിശ്വാസമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണെങ്കിൽ ആ പ്രവൃത്തിയിലെല്ലാം ദൈവമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ദൈവവിശ്വാസികൾ മോശം കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ദൈവത്തെ തൊഴുതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സൽപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ദൈവവുമില്ല.